വെൽക്കം ടു യാനിഷ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗിഫ്റ്റ് അൺബോക്സിങ് എന്ന് പറയും. ഗിഫ്റ്റ് അൺബോക്സിങ് അല്ല ഗൈസ്, ഞാൻ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തത് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കുന്നതിന് മുന്നേ അവൾ പോണതിന് മുന്നേ ഞാൻ ടൂറ് പോയി, ഉണ്ടാക്കി വെച്ചിട്ട് ടൂറ് പോയി. വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ പോകില്ല വിചാരിച്ചു. ബട്ട് ഞാൻ വന്നപ്പോഴത്തേനും അവൾ പോയിട്ടുണ്ടായിരുന്നു, അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അടുത്ത അവൾ വരാണെങ്കിൽ നല്ല ഞങ്ങൾക്ക് ബെസ്റ്റ് ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് തിരക്കിലായതുകൊണ്ട് ഞാൻ കണ്ടോ സോപ്പ് മെറ്റീരിയലൊക്കെ ഇതാക്കി കൊടുക്കുന്നു. ഇതിനേക്കാൾ നല്ല പൊതി ഉണ്ടായിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2-ാം വർഷം നല്ല അടിപൊളി സെറ്റാക്കി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് പൊതിച്ചിലൊക്കെ നോക്കട്ടെ. ഇത് ഞാൻ ഇതിനേക്കാളും എൻ്റെ അടുത്ത് ഒരു പൊതിച്ചിൽ ഇങ്ങനെ പൊതി ഇടുന്നതിന് പൊതിച്ചിലിൻ്റെ ഒരു ഇതായിട്ടുണ്ട്. ഞാനന്ന് ചെറിയ ഡപ്പ ഇട്ടുകൊണ്ട് വേഗം ഇതാക്കിയതാണ് കേട്ടോ. എൻ്റെ അടുത്ത് മറ്റേതുണ്ട്, ഞാൻ കാണിച്ചു തരേണ്ട അടുത്ത വീഡിയോയിൽ. പിന്നെ പേര് ഓർമ്മയില്ല. ഞാൻ കൊടുത്തിരുന്ന സംഭവം ഇതൊക്കെയാണ്. ഇതിൽ കുറച്ച് മുട്ടകളാണ് എനിക്കിഷ്ടപ്പെട്ട ആൾക്കാർ. ഞാൻ അത് കൊടുത്തതാണ് അവൾക്ക്, ബട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ സംഭവം. പിന്നെ ഇത് എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയൊരു സാധനം. ഞാൻ അവൾക്ക് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൊടുക്കാൻ കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ് അവൾ കൊടുക്കാൻ കാരണം അതൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ സാധനങ്ങളായിട്ടൊക്കെ പിന്നെ ഇതൊക്കെ എൻ്റെ തന്നെയാണ്. ഇത് പിന്നെ ഞാൻ എന്താൾക്കൊക്കെ കൊടുക്കാൻ വേണമെന്നറിയാം. എൻ്റെ അടുത്ത് ഇതിൻ്റെ വേറെ മോഡലുണ്ട്, അതാണ് എനിക്ക് ഇതും അതും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബട്ട് ഞാനും കൂടി അറിയാതെ എനിക്കിതാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബട്ട് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, എനിക്ക് ഇഷ്ടമാണെന്നാലും ഞാൻ ആൾക്ക് അതാണ് കൊടുക്കാൻ തന്നിരുന്നത്. പക്ഷെ ഇതിലെങ്ങനെ ഒന്ന് പെട്ടുപോയി നിൽക്കൊന്നും ഒരു ഐഡിയ അല്ല. എങ്ങനെ നമ്മുടെ കയ്യിൽ പെട്ടുപോയെന്ന് എനിക്കറിയില്ല. എന്നാലും സാറില്ല, എൻ്റെ കയ്യിൽ കിട്ടില്ല. ഇതും എൻ്റെ ഫേവറേറ്റ് ആട്ടോ. പക്ഷെ എന്നാലും ഇതിൻ്റെ കുറേ സെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും കൊടുത്തല്ലോ. പിന്നെ ലെറ്റർ ആട്ടോ. ലെറ്റർ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നല്ല മാട്ടോ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം. ഓക്കെ, ഈ ഞാൻ ലെറ്ററിൽ എഴുതിയപോലെ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഒരു ലെറ്റർ ഞാൻ അവൾക്ക് എഴുതി കൊടുത്തില്ല. അതിൽ എഴുതിയപോലെ തന്നെയാണ് സംഭവം. ഇതിൽ എന്തൊക്കെ എഴുതിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിടും. ഫ്രണ്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആര് കമൻറ്റ് ചെയ്യുന്നത് നോക്കാം. കറക്റ്റ് ഉത്തരം ആരെ കമൻറ്റ് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ, ഇത് മൈ ഹാപ്പി അതുപോലെ തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് മൈ ഹാപ്പി. സോ I am very miss you എന്നാണ് ഞാൻ എഴുതിയത്. This is my friend. This is my friend. This is my friend. I am so happy. പിന്നെ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ളത്, how are you? I miss you. അങ്ങനെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അതല്ല കൊടുത്തത്, കാരണം ചാനൽ ചെയ്യുമ്പോൾ ഇതാക്കിയതാണ്. ദിസ് ഈസ് മൈ ഹാപ്പി ഫാമിലി എന്നാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. വിശ്വസിച്ച് നോക്കാം, ദിസ് ഈസ് മൈ ഹാപ്പി ഫാമിലി എന്നാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. കാരണം അവൾക്ക് ഫാമിലീനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് അവൾക്ക് ഫാമിലീനെ കുറിച്ചിട്ട് കുറച്ച് എഴുതി കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ നിങ്ങളൊന്ന് പറ്റിച്ച് കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം. പിന്നുള്ളത് ഇതിൽ മിനിയേച്ചറായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കുറേ ഗിവ് അവേ വെക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗിവ് അവേ എനിക്ക് പറ്റിയിടണം. ഇതാണ്
അപ്പോൾ ഇതുണ്ട്. അടുത്തത് ഇത് 2 റിബൺസാണ്. 2 റിബൺസാണിത്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനെ കുറേ ഉണ്ട് കേട്ടോ. സ്റ്റാറും കുറേ ഉണ്ട്. ഒരു സ്റ്റാറും മറ്റേ ഫാൻ ഇട്ടുകൊണ്ടൊക്കെ പറഞ്ഞു പോവാം. അങ്ങനത്തെ സ്റ്റാറും ലവും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളത്തെ ഇതില്ലേ ഈ സ്റ്റാർ, ഇതിൻ്റെ ഉള്ളത്തെ സ്റ്റാർ, പുറത്തത്തെ ഉള്ളത്തെ സ്റ്റാർ അതും കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഇത് കൊടുക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഇതാ കണ്ടോ, ഇവിടുത്തെ ഒരു മിനിയറാണ് ഇത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിൽ കൊടുക്കാത്ത 3 സാധനങ്ങളുണ്ട്. ഇനി കൊടുക്കൂല വിചാരിച്ചിട്ടില്ല. ഒന്നിട്ട് 3 സാധനം ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല. അതിന് പകരം അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കൊടുക്കും. കാരണം അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവൾ ഈ വീഡിയോ കാണണോ എനിക്കറിയില്ല. എന്നാലും അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നും അവളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അതിൻ്റെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വറുത്തത് കൊടുക്കാം. പിന്നെ അപ്പോൾ ഇതിലുള്ളത് ഇതേപോലത്തെ കുഞ്ഞ് ബണ്ണൊക്കെ ഉണ്ട്. ഇതുണ്ട് കുഞ്ഞ് ബണ്ണുകൾ. പേർപ്പിളും പിങ്കും ആണ് ഇത് മെയിനായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റിലാണ് നമ്മുടെ മിനിയേച്ചർ ഡബർ. ഇങ്ങനത്തെ മിനിയേച്ചർ സ്മോളായിട്ടുള്ള ഐറ്റംസൊക്കെ നടക്കും. എൻ്റെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചിലതിൽ എന്തൊക്കെ സ്മോളായിട്ടുള്ള ഇത് ഒന്നിത്, പിന്നെ ഇത്, സോറി ഒന്നിത് 2 കേട്ടോ. ഇപ്പം ഇതിലുള്ളത് കേട്ടോ, ഈ ഗിഫ്റ്റിലുള്ളത് ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഗിഫ്റ്റിലുള്ളതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇത് ഗിഫ്റ്റിലുള്ള കേട്ടോ പറയുന്നത്. പിന്നെ ഇത് ഇപ്പോൾ 4 ആയിട്ടുണ്ട്. പിന്നെ ഇത് 5 ആയി. ഇത് 6 മികച്ച സംഭവങ്ങളുണ്ട് ഇപ്പം എൻ്റെ ഈ ഗിഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി മൊത്തം ആണ്. ലാസ്റ്റ് നമ്മൾ അവൾക്ക് എഴുതിയ ലെറ്ററും കൂടിയാണ് വായിക്കുന്നത്. എന്നിട്ട് ഇത് പൊളിച്ചോ നിങ്ങൾ പറയാം. അവളുടെ പേരെന്താ അറിയാം? ദിയ. എൻ്റെ സെയിം പേരാണ്. അപ്പോൾ എന്നാലും എൻ്റെ പേരെങ്കിലും അവൾക്ക് കിട്ടിയെന്നാണല്ലേ. അയ്യോ അങ്ങനെയല്ല കേട്ടോ. ദിയ മെഹവിഷ് എന്നാണ് അവർ. എന്നാലും മെഹവിഷ് എന്നാണ് എല്ലാവരും വിളിക്കുക. പക്ഷെ ഞാൻ ദിയ എന്നാണ് വിളിക്കുക. അവളെ ദിയാനെ. ദിയ നിനക്ക് സുഖമാണോ? ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പിയാണോ? കാരണം അവളെ എന്നോട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പിയാണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ലെറ്ററും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആൾക്കുന്ന കിസ്കുഷികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ അല്ല, അവളോട് വന്ന് പേപ്പറിട്ട് പശ മാത്രം ഒട്ടിച്ചുണ്ടാക്കിയാൽ മതി. നാളോട് വന്നവൾക്ക് അത്ര ഇഷ്ടം. എനിക്കൊക്കെ ഇങ്ങനത്തെ ഇല്ല. ഇന്നില്ലേ ഒരു സാധനം കൂടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പൊതിഞ്ഞ് നോട്ട്സ് ചെയ്ത് വച്ചിട്ടുള്ളത്. അത് ഊരെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കാണിച്ചത് പകുതി ഊരെടുത്തിട്ടുണ്ട്. സ്കൂഷി നിങ്ങളെ പറ്റിച്ചു. ഞാൻ നിങ്ങൾ ഇവിടെ ഈ പേപ്പർ എടുക്കാൻ കണ്ടില്ലേ? സ്കൂഷിയാണ് കാണിച്ച് ഞാൻ വെറുതെ പൊതിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ടോ കണ്ട വേറെ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറ്റിച്ചു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോയും കൂടി ഇടും. അത് നിങ്ങൾ കാണും. ഓക്കെ.